അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിളല്ലാഹ് അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, സൂറത്തുൽ ഫാത്തിഹ പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. നിസ്കാരത്തിന്റെ ഫറളിൽ നിന്നൊരു ഫറളാണ് ഫാത്തിഹ ഓതുക എന്നുള്ളത്. ഏതൊരു മുസ്ലിമും നിർബന്ധമായും ഒരു ദിവസത്തിൽ 17 തവണയെങ്കിലും ഫാത്തിഹ സൂറത്ത് ഓതൽ നിർബന്ധമാണ്. 17 റക്അത്തിൽ 17 പ്രാവശ്യം ഫാത്തിഹ ഓതൽ നമുക്ക് നിർബന്ധമാണ്. ആ ഫാത്തിഹയിൽ നിന്ന് ഒരു അറഫ് വിട്ടുപോയാൽ നമ്മുടെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. അതല്ലെങ്കിൽ ഒരു അറഫ് മറ്റൊരു അറഫായി മാറിപ്പോയാൽ നമ്മുടെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ തജ്വീദ് അനുസരിച്ചു കൊണ്ട് തന്നെ ഫാത്തിഹ ഓതി പഠിക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമേലും നിർബന്ധമാണ്. സൂറത്തുൽ ഫാത്തിഹ, ഉമ്മുൽ ഖുർആൻ, സൂറത്തു ഷിഫാ, സബഉൽ മസാനി എന്നൊക്കെ പല പേരുകളും ഈ പരിശുദ്ധമായ സൂറത്തിന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ ഫാത്തിഹ സൂറത്ത് വളരെ കറക്റ്റായി വ്യക്തമായി ഓതി പഠിക്കാൻ ഓരോരുത്തരും തയ്യാറാവണം. ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തായ നിസ്കാരം സ്വഹീയാവണമെങ്കിൽ ഫാത്തിഹ അത് ഓതേണ്ട രൂപത്തിൽ നമ്മൾ ഓതുക തന്നെ വേണം. ശുദ്ധമായ ഫാത്തിഹയുടെ ചെറിയ ഒരു അർത്ഥത്തിലൂടെ നമുക്ക് ഇന്ന് കടന്നു പോവാം. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഫാത്തിഹ ഓതും, നമ്മുടെ ശ്രദ്ധ മറ്റേതെങ്കിലും ഭാഗത്തായിരിക്കും. എന്നാൽ ഫാത്തിഹ ഓതുമ്പോൾ നമ്മുടെ ശ്രദ്ധ ഫാത്തിഹയിലേക്ക് തന്നെ നാം ഓതുന്നതിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ചെറിയ രൂപത്തിലെങ്കിലും ആ ഫാത്തിഹയുടെ അർത്ഥം നമുക്ക് അറിയൽ അനിവാര്യമാണ്. എന്താണ് നമ്മൾ ഫാത്തിഹയിലൂടെ പറയുന്നത്? ഏറ്റവും ചെറിയ രൂപത്തിലുള്ള അർത്ഥമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കുന്നത്. ബിസ്മില്ലാ, അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ തുടങ്ങുന്നു. ബിസ്മില്ലാഹി, അള്ളാഹുവിന്റെ നാമം കൊണ്ട്, അവന്റെ പേര് കൊണ്ട് ഞാൻ തുടങ്ങുന്നു. അർ റഹ്മാനി, അള്ളാഹു എങ്ങനത്തെ റബ്ബാണ്? റഹ്മാനായ അള്ളാഹു. റഹ്മാൻ എന്ന് പറഞ്ഞാൽ അൽ മുഹ്സിനി ഇലൽ ബർരി വൽ ഫാജിർ, നന്മ ചെയ്യുന്നവർ, തിന്മ ചെയ്യുന്നവർ എല്ലാവർക്കും ദുനിയാവിൽ വെച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഗുണം ചെയ്യും. അങ്ങനത്തതായ റബ്ബ് ആരെയും ദുനിയാവിൽ നിന്ന് ഒഴിവാക്കൂല. നല്ലവർക്കും ചീത്തയായ ആളുകൾക്കും ഒക്കെ ദുനിയാവിൽ വെച്ച് ഗുണം ചെയ്യുന്നതായ റബ്ബ്, ആ റബ്ബിന്റെ നാമം കൊണ്ട് ഞാൻ തുടങ്ങുന്നു. അർ റഹീം, മുഅ്മിനീങ്ങൾക്ക് നാളെ പരലോകത്ത് പ്രത്യേകം ഗുണം ചെയ്യുന്നവനായ റബ്ബ്, ആ റബ്ബിന്റെ നാമം കൊണ്ട് ഞാൻ തുടങ്ങുന്നു. അതെങ്ങനെ മുഅ്മിനീങ്ങൾക്ക് പ്രത്യേകമായി ഗുണം ചെയ്യുക? ആഖിറത്തില് അത് പുറത്തു കൊടുക്കൽ കൊണ്ടും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കൽ കൊണ്ടും അത് മുഅ്മിനീങ്ങൾക്ക് മാത്രമുള്ളതാണ്. അങ്ങനത്തെ റബ്ബിന്റെ പേര് കൊണ്ട് ഞാൻ തുടങ്ങുന്നു എന്നാണ് ബിസ്മിയുടെ ഏറ്റവും ചുരുങ്ങിയ രൂപത്തിലുള്ള അർത്ഥം. ചെയ്യുകയാണെങ്കിലും ഏത് നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബിസ്മി ചൊല്ലൽ സുന്നത്താണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാ, സർവസ്തുതിയും അള്ളാഹുവിനിക്കാണ്, വേറെ ആർക്കുമില്ല. എല്ലാ സ്തുതിയും ആർക്ക് അവകാശപ്പെട്ടതാണ്? അള്ളാഹുവിനിക്ക് അവകാശപ്പെട്ടതാണ്. ആ അള്ളാഹു എങ്ങനത്തെ അള്ളാഹു ആണ്? റബ്ബിൽ ആലമീൻ, സർവലോക രക്ഷിതാവായ അള്ളാഹു. ആലം എന്ന് പറഞ്ഞാൽ കുല്ലുമാസിബല്ലാ, അള്ളാഹു അല്ലാത്ത എല്ലാറ്റിനും പറയപ്പെടുന്ന ഒരു പേരാണ് ആലം. അതിന്റെ ബഹുവചനമാണ് ആലമീൻ. അപ്പൊ എല്ലാ സർവലോക രക്ഷിതാവായ അള്ളാഹു എല്ലാറ്റിനെയും സൃഷ്ടിച്ച് പരിപാലിച്ച് എല്ലാ നിലക്കും അതിനെ കൊണ്ട് നിയന്ത്രിച്ചു പോരുന്ന റബ്ബ്, ആ റബ്ബിനിക്കാണ് എല്ലാ സ്തുതിയും എന്നാണ് നമ്മൾ ഫാത്തിഹയുടെ ആദ്യത്തെ ആയത്തിൽ നമ്മൾ പറയുന്നത്. പിന്നീട് നമ്മൾ പറയുന്നു അർ റഹ്മാനി റഹീം, റഹ്മാനും റഹീമുമായ അള്ളാഹ്, ആ റബ്ബിനിക്കാണ് സർവസ്തുതിയും. മാലികി യൗമിദ്ദീൻ, പിന്നെ എങ്ങനത്തെ റബ്ബാണത്? പ്രതിഫലത്തിന്റെ ദിവസത്തിന്റെ, പ്രതിഫലം നൽകുന്ന ദിവസത്തിന്റെ ഉടമസ്ഥനായ റബ്ബ്, ആ റബ്ബിനിക്കാണ് സർവസ്തുതിയും. യൗമുദ്ദീൻ എന്ന് പറഞ്ഞത് ഖിയാമത്ത് നാളിന്റെ ഒരു പേരാ. യൗമുൽ ഖിയാമ എന്ന്, യൗമുദ്ദീൻ എന്നും, യൗമുൽ ജസാ എന്നും, യൗമുൽ ഹിസാബ്, ഇങ്ങനെ പല പേരും പരിശുദ്ധ ഖുർആനിൽ കാണാം, ഹദീസുകളിലും കാണാം. അപ്പൊ ഖിയാമത്ത് നാളിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിനിക്കാണ് സർവസ്തുതിയും.
പിന്നീട് നമ്മൾ പറയുന്നു ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ റബ്ബേ, നിന്നെ ഞങ്ങൾ ഇബാദത്ത് കൊണ്ടും സഹായത്തെ തേടൽ കൊണ്ടും നിന്നെ ഞങ്ങൾ പ്രത്യേകമാക്കുന്നു. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ അതിന്റെ തഫ്സീർ വിശദീകരിക്കുകയാണ്. നഖുസ്സുക ബിൽ ഇബാദത്തി വൽ ഇസ്തിആനത്തി. നിന്നെ ഞങ്ങൾ ഇബാദത്ത് കൊണ്ട് പ്രത്യേകമാക്കുന്നു റബ്ബേ, വൽ ഇസ്തിആനത്തി സഹായത്തെ ചോദിക്കൽ കൊണ്ടും നിന്നെ ഞങ്ങൾ പ്രത്യേകമാക്കുന്നു. നിനക്കാണ് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്, നിന്നോടാണ് ഞങ്ങൾ സഹായത്തെ ചോദിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഇയ്യാക നഅ്ബുദു, നിന്നെ ഞങ്ങൾ ഇബാദത്ത് കൊണ്ട് പ്രത്യേകമാക്കുന്നു. അത് ഒരാൾ നിസ്കരിക്കുകയാണെങ്കിലും കൂട്ടത്തിൽ നിസ്കരിക്കുകയാണെങ്കിലും ഒക്കെ നമ്മൾ പറയേണ്ടത് നഅ്ബുദു, ഞങ്ങൾ നിസ്കരിക്കുന്നു എന്ന. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു അതുകൊണ്ടുള്ള ഉദ്ദേശം ആ ഓതുന്ന ആളും അതോടുകൂടെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള മലായിക്കത്ത്, അതുപോലെ മറ്റു മുഅ്മിനീങ്ങള്, ഇങ്ങനെയൊക്കെ തഫ്സീറുകളിൽ കാണാം. ഇവരൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് എല്ലാവരെയും ഒന്നായിട്ട് ഒരു കൂട്ടുപ്രാർത്ഥനയാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്താണ് അങ്ങനെ ഒരാൾ നിസ്കരിക്കുമ്പോൾ ഇയ്യാക അഅ്ബുദു വ ഇയ്യാക അസ്തഈൻ എന്ന് പറഞ്ഞാൽ പോരെ? അത് പാടില്ല. ഇത് തന്നെ ഇങ്ങനെ തന്നെ പറയണം. നഅ്ബുദു, ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ നിന്നെ ഞങ്ങൾ ഇബാദത്ത് കൊണ്ട് പ്രത്യേകമാക്കുന്നു, സഹായത്തെ തേടൽ കൊണ്ട് നിന്നെ ഞങ്ങൾ പ്രത്യേകമാക്കുന്നു. ആരുടെയെങ്കിലും ആ കൂട്ടത്തിൽപ്പെട്ട ആരുടെയെങ്കിലും പ്രാർത്ഥന, ആ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുകയാണെങ്കിൽ അതിന്റെ ബർക്കത്ത് കൊണ്ട് എല്ലാവരുടെയും സ്വീകരിക്കും. അതുകൊണ്ട് മൊത്തത്തിൽ അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധ ഖുർആൻ ഫാത്തിഹയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ അള്ളാഹുവിനോട് പറയുന്നു ഇയ്യാക നഅ്ബുദു, അള്ളാഹുവേ നിന്നെ ഞങ്ങൾ ഇബാദത്ത് കൊണ്ട് പ്രത്യേകമാക്കുന്നു, വ ഇയ്യാക നസ്തഈൻ നിന്നെ ഞങ്ങൾ സഹായം ചോദിക്കൽ കൊണ്ടും പ്രത്യേകമാക്കുന്നു. എന്നിട്ട് അള്ളാഹുവിനോട് നമ്മൾ പറയുന്നു റബ്ബേ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ഞങ്ങളെ നീ ചേർക്കണേ, ഇഹ്ദിന ഞങ്ങളെ നീ ചേർക്കണേ, അസ്സിറാത്തുൽ മുസ്തഖീം നേരായ മാർഗത്തിലേക്ക് ചേർക്കണേ, നേരായ മാർഗത്തിൽ ഞങ്ങളെ നീ ചേർക്കണേ. ഏതാണ് ആ നേരായ മാർഗം? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ നിഅമത്ത് ചെയ്തതായിരിക്കുന്ന ആളുകളുടെ മാർഗം. നീ അവരുടെ മേൽ നിഅമത്ത് ചെയ്തു, അങ്ങനത്തെ ആളുകളുടെ മാർഗത്തിലേക്ക് ചേർക്കണേ. അതാരാ? മഹാന്മാരായ അംബിയാ, മുർസലീങ്ങൾ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, അവരുടെ മാർഗത്തിലേക്ക് ഞങ്ങളെ ചേർക്കണേ. ഗൈരിൽ മഗ്ദൂബി അലൈഹിം, അവരൊരിക്കലും നിന്റെ ദേഷ്യത്തിലേക്ക് വിധേയമായവരല്ല, നീ അവരുടെ മേൽ ദേഷ്യം വെച്ചിട്ടില്ല, അങ്ങനത്തെ ആളുകളുടെ മാർഗത്തിലേക്ക്. വലദ്ദാല്ലീൻ, അവര് പിഴച്ചവരുമല്ല, അങ്ങനെ പിഴക്കാത്ത, ദേഷ്യം വെക്കാത്ത, നീ നിഅമത്ത് ചെയ്തതായിരിക്കുന്ന ആ മഹാന്മാരായ മഹത്തുക്കൾ, അള്ളാഹുവിന്റെ അംബിയ, മുർസലീങ്ങൾ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, അവരുടെ മാർഗത്തിലേക്ക് ഞങ്ങൾ ചേർക്കണേ എന്നാണ് നമ്മൾ ഫാത്തിഹയിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ദുആ ചെയ്തിട്ട് നമ്മൾ പറയുന്നു ആമീൻ, അള്ളാഹുവേ ഈ പ്രാർത്ഥനയെ നീ സ്വീകരിക്കണേ, ഇതിന് നീ ഉത്തരം നൽകണേ എന്ന നിലക്ക് നമ്മൾ പ്രാർത്ഥിക്കുന്നു ഓരോ മുഅ്മിനും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ നിസ്കരിക്കുമ്പോൾ നാം ഓതുന്ന ഫാത്തിഹയുടെ അർത്ഥം ചെറിയ രൂപത്തിലെങ്കിലും നമ്മൾ മനസ്സിൽ കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ ശ്രദ്ധ നമ്മുടെ നിസ്കാരത്തിൽ തന്നെ ഉണ്ടാവും, മറ്റു ഭാഗത്തേക്ക് പോവുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല രൂപത്തിൽ ഇബാദത്ത് ചെയ്യുവാനും അള്ളാഹുവിന്റെ മുത്തഖീങ്ങളിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.